2 മാസം സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റായിരുന്നു. കാരണം പൊതുവേ നമുക്ക് ഈ 2 മാസം വർക്ക് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണല്ലോ. ജൂൺ ജൂലൈ മാസം പറയുമ്പോൾ ഇച്ചിരി ഒരു ഓഫ് സീസൺ തന്നെയാണ്. അപ്പം ഈ 2 മാസത്തിനിടയിൽ ഇപ്പോൾ എനിക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയായിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് പൈസ കടം മേടിച്ച് പലരുടെയും ക്രെഡിറ്റ് കാർഡൊക്കെ മേടിച്ച് സ്വർണ്ണമൊക്കെ എടുത്തു. അത് പണയം വെച്ച് അടുത്തെടുത്തു. എങ്കിൽ തന്നെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ജൂൺ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 13 കുട്ടികൾക്ക് എനിക്ക് ബാഗ്, ബുക്ക് ഇതൊക്കെ വേണ്ടി സഹായിക്കാൻ പറ്റി. അത് ഫുൾ എൻ്റെ എമൗണ്ടൊന്നും അല്ല, എങ്കിലും ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിവാർഡ്സാണ് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ചില വർക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വർക്ക് ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർ ചോദിക്കും അധികം പൈസ തരട്ടെയോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ തരുന്ന ആൾക്കാർക്ക് ഞാൻ പറയാം, എനിക്ക് പൈസയായിട്ട് ഡയറക്റ്റ് തരണ്ട, നിങ്ങൾക്ക് ഞാനിങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ബാഗ് മേടിക്കാനും ബുക്ക് മേടിക്കാനുള്ള പൈസ ഒരു കിറ്റിനുള്ള പൈസ എന്നാന്ന് പറയാറുണ്ട്. അങ്ങനെ തന്ന പൈസയൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ വർക്കിന് പോയായിരുന്നു, നമ്മുടെ നിയാസിക്കയുടെ വർക്ക്. അപ്പോൾ ഫാമിലി വർക്കാണ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് വർക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പൈസ അധികം വല്ല വേണോ പൊന്നെന്ന് ചോദിച്ചു. പറയും വേണ്ട ചേട്ടാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാഗും ബുക്കും മേടിക്കാൻ പൈസ തന്നാലും ഏതെങ്കിലും കുട്ടികൾക്ക് അല്ലെങ്കിൽ മേടിച്ചു തന്നാലും മതി. എൻ്റെ മനോഹരമായ സൂപ്പർ ബാഗൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ ആ ബാഗ് ഞാൻ അടുത്ത ഈ റീസെൻറ്റ് 2-3 ദിവസം മുമ്പ് കൊണ്ട് കൊടുത്തത്. അപ്പം ടീച്ചർ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു, ഹെഡ് മിസ്റ്ററെ കൊടുക്കുന്നതായിട്ട്. കാരണം സ്കൂൾ രീതി അങ്ങനെയാണല്ലോ, ഫോട്ടോ എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മിസ് ചെയ്ത് ആർക്കും അസംബ്ലി കൊടുക്കുന്നു വേണ്ട, നോർമലായിട്ട് കൊടുത്താൽ മതി. കാരണം അത് ഫസ്റ്റ് ക്ലാസ് നേടിയൊന്നും വേണ്ട, ഞാൻ ക്ലാസ്സിൽ വലിയ പഠിപ്പിച്ചൊന്നും ആയിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ലാതെ തോക്കാതെ പഠിക്കുമ്പോൾ സ്ഥിരം ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പോൾ അതുപോലെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കൊടുത്താൽ മതി. കാരണം നിങ്ങളും അന്വേഷിച്ച് നോക്കുക, നമ്മുടെ ചുറ്റുപാടും സ്ഥിരം ക്ലാസ്സിൽ പോകുന്ന, ബുക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്ത, യൂണിഫോം മേടിക്കാൻ പറ്റാത്ത പലരും ഉണ്ടാവും. അപ്പോൾ അവരെ സഹായിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ എന്നെ അങ്ങനെ പലരും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പറയാൻ കാരണം വരുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 2 കോള് വന്നു. ഒരു വർക്കിൻ്റെ കൺഫർമേഷന് വേണ്ടിയാണ് ഒരു കോള് വന്നത്. ഒന്ന് എൻക്വയറി ആയിരുന്നു. ഇന്ന് വന്നതല്ല, അത് 2 ദിവസം വന്ന കോളാണ്. എൻ്റെ കൂടെ പഠിച്ച ജയദീപ് ഞങ്ങൾ ഒരുമിച്ച് +2 ഒരുമിച്ച് പഠിച്ചതാണ്. കുഴപ്പമില്ലാതെ പഠിക്കുന്ന, ക്ലാസ്സിൽ വരുന്ന, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് സ്കൂളിലെ PTA വക ഒരു സഹായം ഉണ്ടായിരുന്നു. പത്രത്തിൽ വാർത്തയൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ സഹായം തന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുപ്പിച്ചൊന്നുമല്ല ചെയ്തത്. എൻ്റെ കൂട്ടുകാരൻ ജയദീപിനെ വിളിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. അപ്പം ഞാൻ ഡിപ്ലോമ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ +2 പിള്ളേർ എന്നെ സഹായിച്ചിട്ടുണ്ട്. ജയദീപ് ഉൾപ്പെടെ പല സുഹൃത്തുക്കളും എന്നെ സഹായിച്ചിട്ടുണ്ട്. പേര് പറയുകയാണെങ്കിൽ തീരത്തില്ല കേട്ടോ, ഒത്തിരി പേരുണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് പഴയ കടപ്പാടുകളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് വർക്ക് വീട്ടിൽ സംസാരിക്കണം. ശരി ആയിക്കോട്ടെ വരാം. അപ്പോൾ ഡ്രാഫ്റ്റ് ഐഡിയ കൊടുത്തിട്ടുണ്ട്. അപ്പം 2 ദിവസം വേറെ കൊള്ളുന്നായിരുന്നു. പൊന്നു ഒരു വെഡിങ് വർക്ക് ഉണ്ട്, പുള്ളിക്കുമല്ല, പുള്ളിയുടെ സുഹൃത്തിനാണ്. ഞാൻ പറഞ്ഞ് ചേട്ടാ ഓക്കെ ചേട്ടാ, ചാർജ് നിങ്ങളുടെ പാക്കേജിലുള്ള ചാർജ് ഇങ്ങനെയെന്ന് പറഞ്ഞു. എന്താ പൊന്നു കണ്ണിച്ചോര ഇല്ലാത്തൊരു വർത്തമാനമൊക്കെ, അവർക്ക് കടപ്പാട് അങ്ങനെ എന്തൊരു വാക്ക് ഉപയോഗിച്ചോട്ടെ, മറന്ന് വാക്കെന്താണ്. സംഭവത്തിലേ ഉള്ളൂ. അദ്ദേഹവും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പണ്ട് പുള്ളിക്കാരൻ ബുക്കും ബാഗൊക്കെ മേടിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നല്ല സ്നേഹമുള്ള കടപ്പാടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടാ നിങ്ങൾ പറഞ്ഞത് എനിക്കത് ഓക്കെയാണ്, നിങ്ങളെപ്പോലുള്ള പല ആൾക്കാരെ സഹായിച്ചതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പല കുട്ടികളോട് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ശരിക്കും കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാനൊരു എമൗണ്ട് മാറ്റി വയ്ക്കുന്നത്. കാരണം അതിലുള്ള സമ്പാദ്യം ഇല്ലെങ്കിൽ പോലും എനിക്ക് റിവാർഡായിട്ട് കിട്ടുന്ന ചില പൈസയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. അത് ചിലപ്പോൾ ബുക്കായിട്ടായിരിക്കാം, പേനയായിട്ടായിരിക്കാം, യൂണിഫോമായിട്ടായിരിക്കാം. പക്ഷേ അത് ഞാനത് റെക്കോർഡിക്കലാക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഈ 2 സിറ്റുവേഷൻ എടുത്തു വെച്ചാൽ, നമ്മളിപ്പം ഒരു കൈ ചെയ്യുന്ന സഹായം മറുകൈ അറിയുമെന്ന് പറയുന്നെങ്കിലും അറിയണമെന്നേ, എങ്കിൽ മാത്രമേ പലർക്കും അത് ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ. അപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പക്ഷേ അത് അവർക്കൊരു കടപ്പാടിൻ്റെ ഭാരമായി അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ഈ സഹായം കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതേ മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമ്മൾ ഓരോരുത്തർ ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. നമ്മൾ സഹായം തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന രീതി ചെയ്യണം. പക്ഷേ ഈ സഹായം പിന്നീട് അവർക്കൊരു ഭാരമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം അദ്ദേഹം ആ ചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഈ എമൗണ്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ 2 സ്റ്റാഫ് വരുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾ പറഞ്ഞ എമൗണ്ട് അടുത്ത് വരും. പിന്നെ എങ്ങനെയാണ് ചേട്ടാ ഈ വർക്ക് എടുക്കുന്നത്? പറ്റില്ല. അതിന് കാരണം നിങ്ങൾ പറഞ്ഞ പാക്കേജിന് പറ്റത്തില്ല. വേറെ ഞാൻ സെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊന്ന് വർക്ക് ചെയ്ത് തരാം, അത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വർക്ക് അത് വേണ്ടെന്ന് വെച്ചു. അദ്ദേഹത്തിനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അതിൻ്റെ കൂട്ടുകാരെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സഹായിക്കുന്ന കാര്യം നമ്മളെല്ലാവരും അറിയിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീട് കടപ്പാടിൻ്റെ ഭാരം അയാൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. നമ്മളിപ്പം ആ ഒരു കടപ്പാടിൻ്റെ പുറത്ത് എനിക്കിപ്പം റേറ്റ് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും മികച്ചൊരു സേവനം കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഒരു ആഡ് ഓൺ കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ.
പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പം റേറ്റ് മേടിച്ച് നല്ല രീതിയിൽ വർക്ക് എടുത്താൽ മാത്രമേ എനിക്ക് കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ സഹായിച്ച് അയാളുടെ പൊട്ടൻഷ്യൽ ഇല്ലാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സ്ഥിരമായി സ്കൂളിൽ പോകുന്ന തട്ടി മുട്ടിയൊക്കെ പഠിക്കുന്ന ഒരാളെ സഹായിക്കാൻ തെറ്റൊന്നുമില്ല. അതായത് ക്ലാസ്സിൽ ഫസ്റ്റായ കുട്ടിയെ മാത്രം സഹായിക്കണം എന്ന് പറയത്തുമില്ല. കാരണം ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റൊന്നും ആയിരുന്നില്ല. സ്ഥിരം ക്ലാസ്സിൽ പോകുന്ന, തോറ്റു പോകാതെ ജയിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ 1ാം റാങ്ക് വാങ്ങാത്തത് കൊണ്ട് ഇവരൊക്കെ എന്നെ സഹായിക്കാതിരുന്നതെങ്കിൽ ചിലപ്പോൾ എൻ്റെ പഠനം എവിടെയും വെച്ച് നിന്ന് പോയാനെ. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാൻ അതുപോലെ തന്നെ വീണ്ടും പറയുന്നത് വെച്ചാൽ എന്താണ്, ചെയ്യുന്ന ജോലിക്ക് ഉള്ള കൂലി വാങ്ങിച്ച് കൃത്യമായി വർക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും പലരെയും സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ കടപ്പാടിൻ്റെ ഭാരം ഞാൻ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തില്ല. താങ്ക് യു.